ബാബരി ദിനമാണ് ഇന്നത്തെ ദിവസം. ഒരു സമയത്ത് ഒരു 32 വർഷം മുമ്പ് ബാബരി മസ്ജിദ് തകർക്കുകയും ഇന്ന് അതേ സമയങ്ങളിൽ മറ്റു പല പള്ളികളെയും ഇന്ത്യയുടെ സുൽത്താനാകുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മസാർ അടക്കം ഒരുപാട് മസാറുകളുടെയും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അതേ വിഭാഗം മുന്നോട്ട് വരികയും ചെയ്ത ഒരു കാലത്താണ് നാം ഉള്ളത്. ഇസ്ലാം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിന് വേണ്ടി അയക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരോട് പറയുന്നത്, യാ മുആദ് ഇത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈന അല്ലാഹി ഹിജാബ്, അവരുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയില്ല. ഒരു മനുഷ്യനെ എന്നല്ല, മനുഷ്യേതര ജീവികളെ പോലും മറ്റുള്ള ആരാധനാലയങ്ങളെ എന്നല്ല, ഒരു വസ്തുവിനെ പോലും ആക്രമിക്കരുത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നാം. അതുകൊണ്ട് ആ മതത്തിന്റെ ചട്ടക്കൂടിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നോക്ക്, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഞാൻ സ്വന്തമായിട്ട് അക്രമം ഹറാമാക്കിയ ആളാണ്. അതിനെ നിങ്ങൾക്കും ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. ഒരാളെയും നിങ്ങൾ ആക്രമിക്കരുത്. ആരെങ്കിലും അല്ലാഹുവിന്റെ ഭവനങ്ങളെ ആക്രമിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്ക്, വമൻ അളമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളെ ആക്രമിക്കുന്നവർ ആരാണ്? അതിൽ നിസ്കരിക്കാൻ സമ്മതിക്കാതെ അതിനെ പൂട്ടിയിടുകയും അതിനെ നമ്മുടേതാണെന്ന അവകാശവാദം പറഞ്ഞ് മുസ്ലിമീങ്ങളെ നിസ്കരിക്കുന്നതിനെ തൊട്ടും പള്ളിയിൽ ചെയ്യുന്ന മറ്റുള്ള സൽക്കർമ്മങ്ങളെ തൊട്ടും തടയുന്നവരാരാണ്? അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം, ദുനിയാവിൽ അവർക്ക് നിന്ദയാണ് ഉണ്ടാവുക, ആഖിറത്തിൽ അവർക്ക് ഭയാനകരമായ ശിക്ഷയും ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. നാം ചിന്തിക്കേണ്ടത്, ഇനിയും ഒരു അബദ്ധം നമുക്ക് സംഭവിക്കാതെ നാം നമ്മുടെ മതത്തെ സൂക്ഷിക്കൽ, നമ്മുടെ പള്ളികളെ സൂക്ഷിക്കൽ നമ്മുടെ കടമയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലാ യൽദഗിൽ മുഅ്മിനു മിൻ ഹുസ്രിൻ മറത്തൈൻ, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് 2 പ്രാവശ്യം ഒരു ഒറ്റമാളത്തിൽ നിന്ന് പാമ്പ് കടിക്കില്ല. ഒരു കടിയേറ്റപ്പോ മനസ്സിലാക്കാൻ കഴിയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് നാം പോകൽ ശരിയല്ല എന്നുള്ളത്. ഇത് ഓരോരോ വിശ്വാസിയും ഉൾക്കൊള്ളേണ്ട ഒരു ഹദീസാണ്. അതുമാത്രമല്ല, പള്ളികളെ ആക്രമിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ അല്ലാഹു അതിന് സമ്മതം തരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്ക്, മനുഷ്യർമാർക്കിടയിൽ പരസ്പരം വിദ്വേഷമുണ്ടായാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ലഹുദ്ദിമത്ത് സവാമിഉ, ആ സമയത്ത് വസലവാത്തുൻ വമസാജിദുൻ യുദ്കറു ഫീഹി ഇസ്മുല്ലാഹി കസീറ, അല്ലാഹുവിന്റെ പള്ളികൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകും. മറ്റുള്ള
മതക്കാരുടെ പല പേരിലുള്ള ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നാം അള്ളാഹുവിനെ സഹായിക്കാം. അള്ളാഹുവിനെ സഹായിക്കൽ എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരെങ്കിലും അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു തീർച്ചയായും അവരെ സഹായിക്കുന്നവനാണ്. അള്ളാഹുവിനെ സഹായിക്കൽ എങ്ങനെയാണ്? പള്ളി ഉണ്ടാകുമ്പോ പള്ളിയുടെ മഹത്വം നമുക്ക് തിരിയാറില്ല. ജുമുഅ ഒരു ആഴ്ച മുടങ്ങിയാൽ നമുക്ക് ആ ജുമുഅയുടെ മഹത്വം മനസ്സിലാകും. നാം ജുമുഅ ഉണ്ടാകുമ്പോൾ നോക്ക്, ഖുതുബ കഴിയുന്നത് വരെ ആൾക്കാർ പള്ളിയിലെത്തുന്നില്ല. പള്ളിയിലേക്ക് ജുമുഅക്ക് നിസ്കാരത്തിന് ആൾക്കാരില്ല. മറ്റുള്ള ഒത്തുകളിൽ ജമാഅത്തിന് ആൾക്കാരില്ല. പള്ളി കൂട്ടുന്ന ഒരവസ്ഥ വരുമ്പോൾ മാത്രമാണ് നാം ആസാദി വിളിക്കാനും സിന്ദാബ് വിളിക്കാനും മാത്രം തയ്യാറാകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നാം ചിന്തിച്ചു നോക്ക്. സയഅതി സമാനുൻ അലന്നാസ് യൂസികു അൻ യഅതി അലന്നാസ് സമാനുൻ, അവസാനം ഒരു അവസ്ഥ എന്റെ ജനങ്ങളിലേക്ക് എത്തിപ്പെടും. ഏതാണ് ആ അവസ്ഥ? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മു, ഇസ്ലാമിൽ നിന്ന് അവന്റെ പേരല്ലാതെ അവനിക്ക് ബാക്കിയുണ്ടാകൂല. കുറെ മുസ്ലിമീങ്ങളുടെ വലിയ നീണ്ട പേരുകളായിരിക്കും ഓരോ ആൾക്കാരുടെയും പേര്. ആ പേര് മാത്രമേ അവനിക്കുണ്ടാകൂ. ഖുർആനിൽ നിന്ന് അതിന്റെ ഖുർആനിന്റെ വരയല്ലാതെ ഒന്നും ഉണ്ടാകൂല. അതിനെ ഓതാൻ ആളില്ല. ആ കാലത്തെ പള്ളികൾ ഖറാബുൻ മിനൽ ഹുദാ, സന്മാർഗത്തെ തൊട്ട് ഖറാബായിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമുക്ക് ബോധം വരൽ എപ്പോഴാണ്? ആരെങ്കിലും ഇതിന്റെ അവകാശവാദവുമായി വരുമ്പോൾ മാത്രമാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. പള്ളികളുടെ പേരിൽ, മഖബറകളുടെ പേരിൽ, വഖഫ് സ്വത്തിന്റെ പേരിൽ. പക്ഷേ ആരും ഒരു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലാത്ത ഒരു കാലഘട്ടം. എല്ലാം ഒന്നും പ്രശ്നമല്ല എന്ന് തോന്നുന്ന കാലഘട്ടം. ആരെങ്കിലും സത്യം പറഞ്ഞാൽ അത് ഇന്ന രാഷ്ട്രീയക്കാർക്ക് എതിരായി പോകുമോ എന്ന് പേടിച്ച് സത്യം പറയുന്നതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ സംജാതമായിട്ടുണ്ട്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നാം ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാ തർക്കനു ലില്ലദീന ളലമു ഫതമസ്സകുമുൻ നാർ വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ആക്രമിക്കുന്നവരിലേക്ക് നിങ്ങൾ ചായരുത്. ഏതെങ്കിലും രാഷ്ട്രീയ ലാഭം വിചാരിച്ച് സത്യം പറയുന്നതിൽ നിന്ന് പിന്നോട്ട് പോകരുത്. അങ്ങനെ പിന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകൂല എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു നോക്ക്, ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ചെയ്യുന്നത് അക്രമമാണ് എന്നറിഞ്ഞ് ആ അക്രമത്തിലേക്ക് കൂട്ടുനിന്നാൽ അവൻ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്താണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതുപോലെയുള്ള സമയങ്ങളിൽ നാം എതിർക്കപ്പെടേണ്ടതിനെ എതിർക്കപ്പെടേണ്ട രീതിയിൽ നിയമപരമായി എതിർക്കപ്പെടണം. അത് ഞാൻ എതിർത്താൽ അല്ലെങ്കിൽ നമ്മൾ എതിർത്താൽ ഇന്ന രാഷ്ട്രീയ വിഭാഗങ്ങൾക്ക് അത് എതിരാകുമോ എന്ന് പേടിച്ച് സത്യം പറയാതിരുന്നാൽ, അള്ളാഹുവിന്റെ ഹഖിനെ നാം ചോദ്യം ചെയ്യാതിരുന്നാൽ അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും നമുക്കുണ്ടാകൂല എന്ന് നാം ഓരോരുത്തരും പേടിക്കണം. പ്രതികരിക്കേണ്ടടുത്ത് ശക്തമായ പ്രതികരണം വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.